അതിജീവിതയ്ക്കൊപ്പമാണ് കേരളം മുഴുവൻ. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. എന്നാൽ അതോടൊപ്പം കേസിൽ അനാവശ്യമായി വലച്ചയക്കപ്പെട്ട ശ്രീ ദിലീപിനും നീതി കിട്ടണം. അതിജീവിതയെ ദ്രോഹിച്ച സുനി അടക്കമുള്ള ആൾക്കാരെ ശക്തമായി ശിക്ഷിക്കണം. തെളിവുമില്ലാതെ ശ്രീ ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കേസിലേക്ക് വലിച്ചിട്ട തെളിവിന്റെ കടുകുമണി പോലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആടിയ മാധ്യമങ്ങൾക്കും മറ്റും അമൂല്യ മൊമെന്റ് ആയിരിക്കും എന്നാണ് ഡിസംബർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എല്ലാ അതിജീവിതയോടൊപ്പമാണ്. ആ കുട്ടി അനുഭവിച്ചതാണ്. പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ആർട്ടിയെ ദ്രോഹിക്കുകയും അതിശക്തമായ ശിക്ഷയും വേണം. എന്നാൽ ില്ലാതെ അതൊരു കോൺട്രഡിക്ഷൻ ഇല്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായി 8ാം പ്രതിയായ ദിലീപിനും ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ SIT നടത്തിയ അന്വേഷണം ദിലീപിനെ കേസിൽ 8ാം പ്രതിയാക്കിയത് ഈ പറയുന്ന ടവർ ലൊക്കേഷൻ അടക്കം പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തി അവരുടെ ബന്ധം തെളിയിക്കുന്ന പല രേഖകളുമടക്കം മുൻനിർത്തിയാണ് വിചാരണ കോടതി ഈ ഘട്ടം വരെയും ദിലീപിന് വിടുതൽ നൽകാതെ 8ാം പ്രതിയാക്കി കൊണ്ടുപോകുന്നത്. ഈ ഘട്ടത്തിലും ദിലീപ് നിരപരാധിയാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? ശ്രീ ദിലീപ് രണ്ട് നിരപരാധി. ഒന്ന്, ഇന്ത്യൻ നിയമപ്രകാരം ഒരു വ്യക്തി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നവരെ അയാൾ നിരപരാധിയാണ്. രണ്ട്, ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവുകൾ ഈ മീഡിയ എൻക്വയറി ലീഡ് ചെയ്ത റിപ്പോർട്ടർ TV പോലും വന്നിട്ടില്ല. ശ്രീ ദിലീപിനെതിരെ എന്ത് തെളിവാണ് നമ്മൾ കണ്ടത്? മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ടർ TV ലീഡ് ചെയ്യുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ ബഹുമാനിക്കുന്നു, പക്ഷെ യോജിക്കുന്നു. റിപ്പോർട്ടർ TV അടക്കം ലീഡ് ചെയ്ത് എന്ത് തെളിവ് നമ്മൾ എത്രമാത്രം കോടതി വരെ കരിവാരി ചില ആൾക്കാർ വെച്ചു. കോടതിയിലെ ജഡ്ജിയുടെ മകളെ വരെ ഈ വിവാദത്തിലേക്ക് കോടതി ജഡ്ജിയുടെ അച്ഛനെ, ഭർത്താവിനെ, കുട്ടിയെ, അവസാനം ശ്രീ ദിലീപിനെതിരെ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് ഏതൊക്കെ രീതിയിൽ വൈകാരികപരമായി ഈ കേസ് ഉയർത്തി അതിനെ അട്ടിമറിയാൻ ശ്രമിച്ചു. എന്തെങ്കിലും നടന്നു? അതിജീവിത വനിതാ ജഡ്ജി വന്നത്, ആ വനിതാ ജഡ്ജിയെ കൊണ്ടുവന്നത് തന്നെ അതിജീവിതയുടെ റിക്വസ്റ്റിലാണ്.